പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലുൽ കരീം വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രകൃതിയോടിണങ്ങുന്ന താളാത്മകമായ ജീവിതം ഇല്ലാതാവുമ്പോഴാണ് മനുഷ്യന് ഭീഷണിയാവുന്ന രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഭൂരിഭാഗം രോഗങ്ങളും ആശങ്കകളിൽ നിന്നാണ്, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഭയമുണ്ടാക്കുകയും ഇത് ടെൻഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു. ശരീരത്തിനെയും മനസ്സിനെയും ദുർബലപ്പെടുത്തുന്ന ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നാം നമ്മുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്നത്. അതാണ് തവക്കുൽ. ഈ നൂറ്റാണ്ടിൽ തന്നെ പ്രസവത്തിന് ശേഷം 70% പേരും വിഷാദ രോഗങ്ങൾ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതിനെ മരുന്നും കഴിക്കുന്നവരാണ്. രോഗത്തെ ഒരു സ്വാഭാവികമായ കാര്യമായും രോഗിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്ന സഹനമായും ആണ് ഇസ്ലാം കാണുന്നത്. രോഗിക്ക് മാത്രമല്ല, കഷ്ടപ്പാട് സഹിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്കും പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നു. ഏതൊരു ശാരീരികവും മാനസികവുമായ രോഗത്തിന് രോഗശാന്തി നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതേസമയം നേരായ ചികിത്സ തേടാനും മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു തആല ഈ ജീവിതത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കൊരു പരീക്ഷണമായിക്കൊണ്ടാണ്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും സന്തോഷം പോലെ തന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അതിലൊന്നാണ് രോഗം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രോഗം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അതിലൂടെ അവന് അനേകം നന്മകൾ ലഭിക്കുന്നു. സൂറ ബഖറ 155 വചനത്തിൽ പറഞ്ഞു, ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം എന്നിവ മുഖേന നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇതിൽ നിങ്ങൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. ഒബശ്ശിരി സ്വാബിരീൻ, അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നീ അവർക്ക്. ആർക്കാണ്? അസ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മുഅ്മിനീൻ സന്തോഷം ലഭിച്ചാൽ നന്ദി കാണിക്കും, അവനൊരു വിഷമം ലഭിച്ചാലോ അവൻ ക്ഷമിക്കും. ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ വിളവെടുപ്പിൻ്റെ കാലമാണ്. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകാരമുള്ള കാര്യങ്ങൾ അവൻ അതിലൂടെ നേടിയെടുക്കുന്നു. ഇമാം ഇബ്നു സയ്യിബ് റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രോഗം കൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ്റെ തിന്മകൾ പൊറുക്കപ്പെടുന്നതിനും നന്മകൾ രേഖപ്പെടുത്തുന്നതിനും അവൻ്റെ പദവികൾ ഉയർത്തപ്പെടുന്നതിനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗപ്രവേശത്തിന് കാരണമാകാനും രോഗം കൊണ്ട് സാധിക്കുന്നു. തങ്ങൾക്ക് ബാധിച്ച രോഗങ്ങളിൽ ധാരാളം നന്മകളുണ്ടെന്നും അത് മനസ്സിലാക്കി അക്ഷമരാവാതെ, ആശങ്കപ്പെടാതെ, നിരാശപ്പെടാതെ ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് നന്മ ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്നും, നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ കിട്ടിയാൽ ക്ഷമിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇതും ഹൈറാണ് എന്ന് പറയുന്ന മുഅ്മിനീങ്ങളുടെ വിഭാഗത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.